ഹായ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ്. ഈ ടിപ്സ് നമ്മൾ വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്ന പല ജോലികളും നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ നമ്മളെ സഹായിക്കും. വേസ്റ്റാക്കി കളയുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കിച്ചൺ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മൂർച്ചയില്ലാത്ത കത്തിയുമായിട്ട് കിച്ചണിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മളിങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ തിരിച്ചറിയുക കത്തിക്ക് മൂർച്ചയില്ലാന്ന്. അപ്പോൾ കിച്ചണിൽ ഒരു ഓട്ടമുണ്ട്. നമ്മൾ അരയ്ക്കുന്ന കല്ലിൻ്റെ അടുത്തേക്കൊക്കെ ഒരു ഓട്ടം ഓടി അവിടെ ഇട്ട് അത് മൂർച്ചയാക്കും. ഇനി എങ്ങോട്ടും ഓടണ്ട, കിച്ചണിൽ തന്നെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബൗളോ കോഫി മഗോ എടുത്തിട്ട് ഒന്ന് തിരിച്ചു വെക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് റഫായിട്ടുള്ള സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ ഇട്ടിട്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്താൽ നമ്മൾ നല്ല ഉറപ്പുള്ള കല്ലിലൊക്കെ ഇട്ട് ഉരയ്ക്കുന്ന പോലെ തന്നെ ഇത് നല്ല മൂർച്ചയായിട്ട് തന്നെ കിട്ടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് കത്തി മൂർച്ചയാക്കാൻ അരകല്ല് ആട്ടുകല്ല് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനും കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കത്തി മൂർച്ചയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ ഒരു കത്തി മൂർച്ചയാക്കാൻ ഇന്ന് മാർക്കറ്റിൽ പല സാധനങ്ങളും അവൈലബിൾ ആണ്. എനിക്കതൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ വീഡിയോയിൽ കണ്ടാൽ അറിയാം, ആ കത്തീൻ്റെ നമ്മൾ ചോപ്പ് ചെയ്യുന്ന പോർഷൻ അത് നന്നായിട്ട് മൂർച്ചയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന ഒരു സോക്സും ഒരു ചീപ്പും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ക്ലീനിങ്ങിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കേ. ഇനി ഇതാ നമ്മൾ ബാത്റൂമിലൊക്കെ ചില സമയത്ത് ഈർപ്പം നിന്നിട്ട് ഇങ്ങനെ ടൈൽസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ചിലപ്പം ഇങ്ങനെ ഒരു പൂപ്പിൾ പോലെ വന്നിട്ടുണ്ടാകും. അത് എങ്ങനെയാണ് പോക്കാന്നൊന്ന് കാണിച്ചു തരാം. ഇനി ആദ്യം നമ്മൾ അവിടെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ്സ് അവിടെ വെച്ചു, റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് നമ്മൾ ആ യൂസ് ചെയ്ത സോക്സും ആ ചീപ്പും ഇട്ട് വെച്ചതില്ലേ, അത് സാധാരണ നമ്മൾ മുമ്പ് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ക്ലീൻ ചെയ്യുക. ബ്രഷ് എന്ന് പറയുമ്പം അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗം വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇത്ര തന്നെ അങ്ങോട്ട് ക്ലീൻ ആവില്ല. നമ്മൾ ഈ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ അല്ലേ, ചീപ്പ് നല്ല അറിയാമല്ലോ, അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ളതാണ്. സോക്സ് ഇടുമ്പം എല്ലാ ഉള്ളിലേക്ക് എല്ലാ പോർഷനും നന്നായിട്ട് തന്നെ ക്ലീൻ ആവട്ടോ. ബ്രഷ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും വളരെയധികം എഫക്റ്റീവാണ് ഈ സോക്സ് യൂസ് ചെയ്യുമ്പം. നമ്മൾ അവിടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അധികമൊന്നും പണിയില്ല. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇവിടെ ചീപ്പ് നല്ല ഹാർഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തും ചെയ്യും. അതിൻ്റെ മുകളിൽ നമ്മൾ സോക്സ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പോ കുറച്ച് താന്നിട്ടും പൊന്തിയിട്ടും ഒക്കെ ഉള്ള ഭാഗമാകുമ്പം ആ സോക്സ് എല്ലാ പോർഷനും കവർ ചെയ്ത് തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യും. സാധാരണ നമ്മൾ ബ്രഷാണ് യൂസ് ചെയ്യുക. അതിനെക്കാട്ടും വളരെ എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് നമ്മളെ തേർഡ് മെത്തേഡാണ്. അപ്പം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വൈപ്പും ഒരു നൈഫുമാണ് എടുത്തിട്ടുള്ളത്. ആ വൈപ്പ് കൊണ്ട് നൈഫ് ജസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിലാക്കി പിടിച്ചിട്ട് നമുക്ക് ചിലപ്പം ഹോബിൻ്റെ സൈഡിൽ കൂടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇടയിലൊക്കെ കുറച്ച് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെയൊക്കെ എന്തെങ്കിലും ഫുഡ് വേസ്റ്റൊക്കെ കയറിയിട്ടുണ്ടാകും. അവിടെ ചിലപ്പോൾ എന്തെങ്കിലും സ്മെല്ല് വരാനോ അല്ലെങ്കിൽ കോക്രോച്ച് വരാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കിച്ചണിലാകുമ്പോൾ എപ്പോഴും ചോപ്പിങ് ചെയ്യുമ്പോഴും കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തൂത്ത് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. നമുക്ക് അവിടെയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഒരു കത്തിയിൽ കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഒരു വൈപ്പ് ഇങ്ങനെ കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം നമുക്ക് ഉള്ളിലേക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അത്ര ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങോട്ട് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ വേസ്റ്റും ഇങ്ങനെ പുറത്തേക്ക് വരും. ഇനി നമ്മൾ അടുത്ത ടിപ്പ്, ഒരു സ്വിച്ച് ബോർഡ് എങ്ങനെ നീറ്റായിട്ടും സേഫായിട്ടും ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ആ ടിഷ്യൂ പേപ്പർ നമ്മൾ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് ന്യൂസ് പേപ്പർ എടുത്താലും മതി, സെയിം എഫക്റ്റ് തന്നെയാണ്. ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് ഒരു ബാൻഡ്, റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് മടക്കിയിട്ട് ഒന്ന് ബാൻഡ് ഇട്ട് വയ്ക്കുക. എന്നാൽ കുറച്ചൊരു ഉറപ്പ് കിട്ടും നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റിക്കിൽ ഇതാക്കിയതുകൊണ്ടില്ലേ, വുഡൻ ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും ഒരു ധൈര്യമായിരിക്കും. മറ്റു നമുക്ക് സ്പ്രേ അടിച്ചിട്ടും വെള്ളമൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ സ്വിച്ച് ബോർഡ് ആകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അവിടെ ഇനി നമ്മൾ പേസ്റ്റാണ് ആക്കി കൊടുക്കാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പേസ്റ്റ് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ഇനി
നമ്മൾ ഇതാ ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ പേസ്റ്റ് ആക്കിയല്ലോ, ആ പേസ്റ്റ് ഒന്ന് ആ സ്വിച്ച് ബോർഡിൽ എവിടെയൊക്കെയാണോ കറ പിടിച്ച പോലെ ഒരു മഞ്ഞ നിറമൊക്കെ ഉണ്ടാവും കിച്ചണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ചിലപ്പോൾ ഓയിലിൻ്റെ സ്റ്റെയിന്, മഞ്ഞളുടെ ഇതൊക്കെ ഉണ്ടാവും സ്വിച്ചിലൊക്കെ. അപ്പം അവിടെയൊക്കെ ഒന്ന് ഈ പേസ്റ്റ് ഒന്ന് ജസ്റ്റ് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് ടൈം അങ്ങനെ വെക്കാം. ഇനി നമ്മളിതാ ഇതൊരു ഉണങ്ങിയ ടിഷ്യൂ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ ഫുൾ ക്ലീൻ ആവും കേട്ടോ. എത്ര ഡാർക്കായിട്ട് പിടിച്ചിട്ടുള്ള കറയാണെങ്കിലും ആ മഞ്ഞളുടെ നിറമാണെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവേ. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലീനിങ് മെത്തേഡാണിത്. ഫുള്ള് അതിലുള്ള സ്റ്റെയിനൊക്കെ ഉണ്ടാവില്ല, ഓയിലിൻ്റെ അത് നമ്മളൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതൊക്കെ എന്തായാലും ക്ലീൻ ആവുന്നതാണ് ഈ ടിപ്പ് യൂസ് ചെയ്താൽ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ടിപ്പാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് ഇത് നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബൗള്, ഒരു ടോയിൻ്റെ കൂടെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ബൗൾസ്. ഇങ്ങനത്തെ ബൗൾസ് ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവും, പഴയ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ കളർ, ഏതെങ്കിലും ലിക്വിഡായിട്ടുള്ള കളേഴ്സ് ഉണ്ടാവുമല്ലോ, ഫുഡ് കളർ വേണമെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഓരോന്നിലും ഓരോ കളേഴ്സോ ഇഷ്ടമുള്ള പോലെ കളേഴ്സൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ സാധാരണ ചെറിയ ക്യാൻഡിൽ ഉണ്ടല്ലോ, ആ ക്യാൻഡിൽ കത്തിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇപ്പം ഫില്ല് ചെയ്ത് വെച്ച കളർ മിക്സ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഓരോന്നായിട്ട് കത്തിച്ചിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മാർക്കറ്റിലൊക്കെ ഇന്ന് കളർഫുള്ളായിട്ടുള്ള ക്യാൻഡിൽസൊക്കെ കിട്ടും. അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. പക്ഷേ അതേ ഒരു എഫക്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പം വളരെ ചീപ്പായിട്ടുള്ള വേസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുമ്പം നമ്മൾ വളരെ എക്സ്പെൻസീവായിട്ട് വാങ്ങിക്കുന്ന കളർഫുൾ ക്യാൻഡിൽസിൻ്റെ പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലുക്കിലൊന്നും യാതൊരുവിധ എന്താ പറയുക ചീപ്പായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കത്തിച്ച് വെക്കുന്നത് കാണാൻ. ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ക്യാൻഡിൽസിൻ്റെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ക്യാൻഡിൽസ് കത്തിച്ച് വെച്ചിട്ടുള്ളത്. നോക്കൂ എത്ര എലഗൻ്റ് ആയിട്ടാണ്. നമുക്ക് ആ വ്യത്യാസം ഇവിടെ കാണാനേ ഫീലേ ആവില്ല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.